ജീസസ് ദ ഡിവൈൻ ഹീലർ എന്ന പ്രോഗ്രാമിലേക്ക് ഷാലോം ടെലിവിഷൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്ന സുപ്രധാന ആപത്ഘടകങ്ങളെ വിവേചിച്ചറിഞ്ഞ് അവയെ കാലോചിതമായി പിടിയിലൊതുക്കുകയാണെങ്കിൽ ഹൃദ്രോഗത്തിൻ്റെ പിടിവിട്ട് നിൽക്കാം എന്ന യാഥാർത്ഥ്യം ഇന്ന് തത്വത്തിൽ ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. ഹാർട്ട് ഡിസീസ് ഈസ് എ പ്രിവെൻറ്റബിൾ ഡിസീസ് എന്നാണ് എല്ലാ വൈദ്യശാസ്ത്ര സംഘടനകളും അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത്. ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന പ്രസ്പഷ്ടമായ കൺവെൻഷണൽ റിസ്ക് ഫാക്ടേഴ്സ് എന്താണെന്ന് ഇന്ന് വൈദ്യശാസ്ത്ര ലോകം അറിഞ്ഞു കഴിഞ്ഞു. അവയെ കൃത്യമായി അറിഞ്ഞ് അവയുടെ പിടിപെട്ട് നിൽക്കുക എന്നതാണ് ഹൃദ്രോഗത്തെ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏറ്റവും എളുപ്പകരമായ മാർഗം. കാരണം ഇന്ന് ഹൃദ്രോഗ ചികിത്സ അങ്ങേയറ്റം ചെലവേറിയ ഒന്നാണെന്ന് ഓർക്കണം. ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് മരണം സുനിശ്ചിതവുമാണ്. അതുകൊണ്ട് ഏറ്റവും എളുപ്പകരമായ കാര്യം, പ്രത്യേകിച്ച് വികസ്വര രാജ്യങ്ങളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഹൃദ്രോഗത്തിൻ്റെ പിടിവിട്ട് നിൽക്കുക തന്നെ ആണ് ഏറ്റവും പ്രധാനം. ഇതുതന്നെയാണ് വാസ്തവത്തിൽ വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എല്ലാ വർഷവും ആചരിക്കപ്പെടുന്ന വേൾഡ് ഹാർട്ട് ഡേ, സെപ്റ്റംബർ അവസാനത്തെ ഞായറാഴ്ച ആചരിക്കുന്ന വേൾഡ് ഹാർട്ട് ഡേയിൽ എപ്പോഴും പ്രതിരോധപരമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ഓർക്കണം. എപ്രകാരം ഹൃദ്രോഗത്തിൻ്റെ പിടിവിട്ട് നിൽക്കുവാനുള്ള ക്രിയാത്മക മാർഗങ്ങൾ ആരായണമെന്ന് ഏവരെയും, പ്രത്യേകിച്ച് വികസ്വര രാജ്യങ്ങളിലുള്ള ആൾക്കാരെയൊക്കെ വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. 52 രാജ്യങ്ങളിൽ നിന്നായി 27,000 ആൾക്കാരെ ഉൾപ്പെടുത്തി നടത്തിയ ബൃഹത്തായ ഇൻ്റർ ഹാർട്ട് പഠനത്തിൽ 9 ആപത്ഘടകങ്ങളെ സമയോചിതമായി പിടിയിലൊതുക്കുകയാണെങ്കിൽ ഹൃദ്രോഗത്തിൽ നിന്ന് ഏതാണ്ട് 95% വരെ രക്ഷപ്പെട്ടു നിൽക്കാം എന്ന പഠനം അസന്നിഗ്ധമായി തെളിയിക്കുകയുണ്ടായി. കാനഡയിലുള്ള ഒരു മലയാളി ഡോക്ടറുടെ നേതൃത്വത്തിൽ ലോകമാസകലമുള്ള രോഗികളെ ഉൾപ്പെടുത്തി നടത്തിയ പഠനത്തിൽ പുകവലി, പ്രഷർ, പ്രമേഹം, കൊഴുപ്പിൻ്റെ ആധിക്യം, അപ്പോലിപ്പോപ്രോട്ടീൻ, മദ്യസേവ, സ്ട്രെസ്സ്, വ്യായാമരാഹിത്യം, ദുർമേധസ് തുടങ്ങിയ ആപത്ഘടകങ്ങളെ കൃത്യമായി അറിഞ്ഞ് അവയെ നിയന്ത്രണ വിധേയമാക്കുകയാണെങ്കിൽ ഹൃദ്രോഗത്തിൻ്റെ പിടിവിട്ട് നിൽക്കുവാൻ സാധിക്കും 95% വരെ. ഇത് കൃത്യമായി തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. ഇവയൊക്കെ ഞങ്ങൾ കൺവെൻഷണൽ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും. ഇനി ഇത് കൂടാതെ തന്നെ അപ്രഖ്യാപിതമായ പല റിസ്ക് ഫാക്ടേഴ്സുമുണ്ട്. അതായത് സാധാരണ ഞങ്ങൾ ഹൃദ്രോഗ വിദഗ്ധർ തീവ്ര പരിചരണ വിഭാഗത്തിലൊക്കെ ഹാർട്ട് അറ്റാക്കുമായി പ്രവേശിക്കപ്പെടുന്ന രോഗികളിൽ കാണുന്ന ചില റിസ്ക് ഫാക്ടേഴ്സ്, റിലേറ്റീവ് റിസ്ക് ഫാക്ടേഴ്സ്. അത് ഞങ്ങൾ വളരെ പ്രാധാന്യം കൊടുത്ത് കാണുന്ന ഒന്നാണ്. പെൺകുട്ടിയുടെ വിവാഹ സമയത്ത് പെൺകുട്ടിയുടെ അപ്പനുണ്ടാകുന്ന സംഘർഷം മൂലം ആ അപ്പനെ ഹൃദ്രോഗത്തിലേക്ക് തള്ളി നീക്കുന്നു എന്ന് ഞങ്ങൾ പലപ്പോഴും കാണുന്ന ഒരു പ്രതിഭാസമാണ്. തീവ്ര പരിചരണ വിഭാഗങ്ങളിലൊക്കെ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന പുരുഷന്മാരിൽ ചെറിയ ഒരു ശതമാനം ഇത്തരത്തിൽ മകളുടെ വിവാഹ സമയത്ത് ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മാനസിക സംഘർഷം, ഇതിനെയൊക്കെ അതിജീവിക്കുവാൻ കഴിയാതെ ഹാർട്ട് അറ്റാക്കിലേക്ക് പോയി വരുന്നവർ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ മകളുടെ വിവാഹ സമയം അപ്പൻ്റെ ഹൃദ്രോഗത്തിലേക്കുള്ള ഒരു റിലേറ്റീവ് റിസ്ക് ഫാക്ടർ എന്ന് ഞങ്ങൾ പറയാറുണ്ട്. കാരണം ആ സമയത്ത് പ്രത്യേകിച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള പിതാക്കന്മാർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, മകളെയൊക്കെ എത്ര മിടുക്കിയായിട്ട് പഠിപ്പിച്ച് കോളേജിൽ ആ ചെറുക്കനോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു പെൺകുട്ടിയാണെങ്കിലും വിവാഹ സമയത്ത് എന്തൊക്കെ കാരണമാണെങ്കിലും പെൺകുട്ടിയുടെ സ്ഥാനം ആ ചെറുക്കൻ്റെ സ്ഥാനത്തിന് കീഴിയാണെന്നുള്ളത് നമ്മുടെ കേരളത്തിലെ ഒരു ശാപമായിട്ട് നാം കരുതേണ്ടിയിരിക്കുന്നു. ലോകത്തിൽ മറ്റൊരു സ്ഥലത്തും ഇതുപോലൊരു പ്രതിഭാസം കാണുന്നുണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആൾക്കാരുടെ ഇടയിൽ പെൺകുട്ടിയുടെ വിവാഹ സമയത്ത് ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഏറെയാണ്. വിവാഹ കമ്പോളത്തിൽ വില പറയുമ്പോൾ പലപ്പോഴും ആ പെൺകുട്ടി ആർജിച്ചെടുത്ത വിദ്യാഭ്യാസ യോഗ്യതയോ
മറ്റ് സ്ഥാനലബ്ധികളോ ജോലിയോ ഒന്നും ഒരു പ്രശ്നമല്ലെന്ന് ഓർക്കണം. മറ്റ് ചെറുക്കൻ്റെയൊക്കെ മാതാപിതാക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും പ്രധാനം എത്രമാത്രം ധനം, പണം ഒക്കെ ആ സമയത്ത് അവർക്ക് നൽകപ്പെടുന്നു എന്നുള്ളതാണ്. സ്ത്രീധനം എന്ന ഈ 3 അക്ഷരങ്ങളിലുള്ള ഈ ഒരു വാക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളേറെയാണ് കേരള സമൂഹത്തിൽ. ഇതൊരു വളരെ പ്രഖ്യാതമായ പ്രശ്നമായി ഇന്ന് നാം അംഗീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ ഒരുപക്ഷെ കേരളത്തിൻ്റെ ഒരു ശാപമായി തന്നെ ഇതിനെ കരുതുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പ്രത്യേകിച്ച് എത്രയൊക്കെ വിദ്യാസമ്പന്നയാണ്, കാണാൻ മിടുക്കിയാണ്, എല്ലാത്തിലും ജോലിയുള്ള പെൺകുട്ടി, ഇതൊക്കെയാണെങ്കിലും വിവാഹ സമയത്ത് കണക്ക് പറഞ്ഞ് പണം വാങ്ങിക്കുന്ന മാതാപിതാക്കൾ, ചെറുക്കന്മാരുടെ ഭാഗത്തുനിന്ന് മാതാപിതാക്കൾ ഇന്ന് കേരളത്തിൽ ഒട്ടും കുറവല്ലെന്ന് ഓർക്കണം. എത്രയൊക്കെ നിയമങ്ങൾ അതിനെതിരായി വന്നാലും വാസ്തവത്തിൽ വളരെ പ്രബലമായി തിരശ്ശീലയ്ക്ക് പിന്നിൽ ഈ ഒരു നാടകം കളിയാടുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സമൂഹത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ഒരു തിന്മയാണെന്ന് പല തത്വജ്ഞാനികളും പല പണ്ഡിതന്മാരും പറയുകയുണ്ടായി. അത്രമാത്രം തീഷ്ണമായി നിൽക്കുന്നൊരു പ്രശ്നമാണ്. ഞങ്ങൾ ഉദ്യോഗ വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ തീവ്ര പരിചരണ വിഭാഗത്തിലൊക്കെ ഒരു പുരുഷനെ, മധ്യവയസ്കനായ പ്രായമുള്ള ഒരു വ്യക്തിയെ എപ്രകാരം ഉദ്യോഗത്തിലേക്ക് തള്ളി നീക്കിയ ഉദ്ദീപന ഘടകങ്ങളെപ്പറ്റിയുമൊക്കെ ഞങ്ങൾ റിസർച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന അറിവ് ഇതാണ്. ഡോക്ടറെ, എൻ്റെ മകളുടെ വിവാഹ സമയമായി അതിൻ്റെ ആലോചനകൾ നടക്കുന്നു. അപ്പോഴുണ്ടാകുന്ന ആ ഒരു സ്ട്രെസ്സ് അഭിമുഖീകരിക്കുവാനുള്ള ത്രാണി എനിക്കില്ല ഡോക്ടറെ. വാസ്തവത്തിൽ അതുതന്നെയാണ് എന്നെ ഈ ഒരു വിഷയത്തിലേക്ക്, പ്രയാസത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. പലപ്പോഴും ഞങ്ങൾ ഇത് കാണുന്ന ഒരു പ്രതിഭാസമാണെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ വിവാഹപ്രായമായ പെൺകുട്ടിയുടെ അപ്പൻ ആ വിവാഹ സമയത്ത് ഒരു റിലേറ്റീവ് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ഫോർ ഹാർട്ട് അറ്റാക്ക് എന്ന് ഞങ്ങൾ തമാശ രൂപേണയെങ്കിലും ഒക്കെ പറയാറുണ്ട് ഉദ്യോഗ വിദഗ്ധർ. പക്ഷേ പലപ്പോഴും അത് വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യം വരാറുണ്ട്. അതിനെതിരായി നാം എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ തീർച്ചയായിട്ടും ആ അപ്പൻ്റെ മാനസിക നിലവാരം, ആ സമയത്തുണ്ടാകുന്ന വിഷാദം, ഉത്കണ്ഠ, ഈ സാമ്പത്തികമായ ബാധ്യതകളൊക്കെ കൂടി വരുമ്പോൾ ഇത് ഹൃദ്രോഗത്തിലേക്കുള്ള വലിയ ഒരു ഇൻഡ്യൂസിങ്, പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടറായിട്ട്, ഉദ്ദീപന ഘടകമായിട്ട് ഇത് മാറുകയാണ്. ഇതിനെതിരായി എന്ത് ചെയ്യുവാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഈ ഒരു വലിയ ചോദ്യത്തിന് മുമ്പിൽ നാം എല്ലാവരും തല കുനിച്ചു നിൽക്കുകയാണെന്ന് ഓർക്കണം. അധ്യാപക ദമ്പതികളായ ദേവസ്യയും ശോശാമ്മയും പള്ളുരുത്തിയിലെ ഒരു ഹൈസ്കൂളിൽ പഠിപ്പിക്കുകയാണ്. ദേവസ്യ സാർ അവിടുത്തെ മാസ്റ്ററാണ്, ശോശാമ്മ അവിടുത്തെ ഒരു അധ്യാപിക. അവർ സ്കൂളിൽ നിന്നും ഏതാണ്ട് 2 കിലോമീറ്റർ അകലെ ഒരു കൊച്ചു വീട്ടിൽ താമസിക്കുകയാണ്. ദേവസ്യ സാറിന് മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ഏതാണ്ട് 6 സെൻറ്റ് ഭൂമിയിൽ ഒരു ചെറിയ വീട് വെച്ച് താമസിക്കുന്നു. അവർക്ക് 4 പെൺകുട്ടികൾ, പഠിത്തത്തിൽ വളരെ മിടുക്കർ ആയിട്ടുള്ള 4 സുന്ദരികളായ പെൺകുട്ടികൾ. സാറും ഭാര്യയും 4 പെൺകുട്ടികളും ചെറുപ്പം കാലത്ത് 2 കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോകും. ഒന്നിച്ച് തിരിച്ചു വരും. സാറ് സ്കൂളിൽ നിന്ന് വന്ന ശേഷം കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കും, പ്രത്യേകിച്ച് പഠിപ്പിക്കും അവരെ. കാരണം പഠിപ്പിച്ച് അവരെ ഏറ്റവും മിടുക്കരാക്കുക എന്നുള്ളതായിരുന്നു സാറിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. 2 പേരും അധ്യാപകരാണ്. 2 പേരും പഠനത്തിൻ്റെ ഓരോ ടെക്നിക്കുകളുമൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ഏറ്റവും മിടുക്കരാക്കുക. പഠനത്തിൽ അവരെ ഏറ്റവും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു തരത്തിലൊരു പ്രയാസം കൂടാത്ത രീതിയിൽ മക്കൾക്ക് വേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കും. ശോശാമ്മ ടീച്ചർ അടുക്കളയിലെ പണിയെല്ലാം നടത്തിയ ശേഷം വൈകുന്നേരം ലേറ്റായിട്ട് വന്ന് കുട്ടികളെ സാറിൻ്റെ കൂടെ പഠിപ്പിക്കും. അങ്ങനെ 4 കുട്ടികളും മിടുക്കരായിട്ട് പഠിക്കുകയാണ്. മൂത്ത മകള് +2 ചേർന്ന ശേഷം അവിടെ കോൺവെൻറ്റിൽ സ്കൂളിലാണ്. ചിലവുകൾ കൂടും, യാത്ര ചെയ്യണം, അവിടെ ഹോസ്റ്റലിൽ നിൽക്കണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതിനൊക്കെ സാറ് ഓരോ വിധത്തിൽ സാമ്പത്തിക പ്രയാസങ്ങളുണ്ടെങ്കിലും സാറ് അതിനുള്ള പണം ശേഖരിച്ചു കൊടുക്കുകയാണ്. തൻ്റെ
വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം ആ മൂത്ത പെൺകുട്ടിക്കായിട്ട് കൊടുത്തു. ആ കുട്ടി പഠിച്ച് മിടുക്കിയായി പ്ലസ് ടുവിൽ നല്ല മാർക്കോടെ വിജയിച്ച് എൻട്രൻസിൽ തന്നെ നല്ല മാർക്ക് കിട്ടി. എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി. എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടിയതോടെ തീർച്ചയായിട്ടും സാറിൻ്റെ വരുമാനവും ചെലവുമായിട്ടുള്ള സന്തുലിതാവസ്ഥയൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. രണ്ടാമത്തെ മകൾ പ്ലസ് ടുവിൽ കയറി. അങ്ങനെ അതും ഒക്കെ ഓരോ തരത്തിലുള്ള പഠനത്തിൻ്റെ ഭാരിച്ച ചിലവുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാറും ടീച്ചറും രാവിലെ മുതൽ സ്കൂളിൽ പോകുന്നു, പഠിച്ചു കഴിഞ്ഞ് വന്ന് മറ്റു കുട്ടികളെ മറ്റ് മക്കളെ നല്ലവണ്ണം പഠിപ്പിച്ച് ഏറ്റവും കൂടുതൽ മാർക്കുണ്ടാക്കുക, അവരെ പഠിത്തത്തിൻ്റെ ഉന്നതിയിലെത്തിക്കുക എന്ന ഒരൊറ്റ താല്പര്യത്തോടെ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂത്ത പെൺകുട്ടി എഞ്ചിനീയറിങ്ങിൽ നല്ല മിടുക്കിയായിട്ട് പഠിച്ച് അത് പാസ്സായി. ഉടനെ ജോലിയും കിട്ടി. സാറിന് ഒത്തിരി സന്തോഷം വന്നു. കാര്യം മൂത്ത മകളുടെ സാലറിയുടെ ഒരു ഭാഗം മറ്റ് അനിയത്തിമാരുടെ പഠന ചെലവിലേക്ക് ഉപയോഗിക്കാമല്ലോ എന്നോർത്ത്. ചുരുങ്ങാവുന്നതിൻ്റെ പരമാവധിയാണ് വാസ്തവത്തിൽ മറ്റ് ചെലവുകളിൽ സാറും ഭാര്യയുമൊക്കെ ചുരുങ്ങുന്നത്. കാരണം എല്ലാ പണവും മക്കൾക്ക് വേണ്ടി ആ സാറ് ചെലവഴിക്കുകയാണെന്ന് ഓർക്കണം. ബാക്കി യാതൊരു തരത്തിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ്സുമില്ല, ഒരു സ്ഥലത്തും പോകുന്നില്ല, സിനിമയ്ക്ക് പോലും സാറും ഭാര്യയും പോകാറില്ല. എല്ലാ കാശും ഇതിനു വേണ്ടി ഒരുമിച്ച് വെച്ചിരിക്കുകയാണ്. മൂത്ത മകളുടെ വിവാഹാലോചനകൾ വന്നപ്പോൾ സാർ വാസ്തവത്തിൽ ഞെട്ടിപ്പോയി. സുന്ദരിയായ മകൾ പഠിത്തത്തിൽ മിടുക്കി, എല്ലാ ക്ലാസ്സുകളിലും നല്ല മിടുക്കിയായിട്ട് പഠിച്ചു, ജോലി കിട്ടി, അതിനുള്ള ശമ്പളം, ഇതൊക്കെ ആണെങ്കിലും വിവാഹ സമയത്ത് ഇതൊന്നും ഒരു മാനദണ്ഡമല്ലാതെ വന്നതായിട്ട് സാറിന് തോന്നി. കല്യാണം ആലോചിച്ച് വന്നവർക്ക് വേണ്ടത് പണമാണ്. സാറിനെ വളരെ നിരാശപ്പെടുത്തി. വാസ്തവത്തിൽ പണം കൊടുക്കാൻ അധികമില്ല എങ്കിലും ആ സ്വന്തമായി കിട്ടിയ 6 സെൻറ്റിന് 2 സെൻറ്റ് വിറ്റ് സാർ വിവാഹം നടത്തി. ആ വിവാഹം സന്തോഷമായിട്ട് നടന്ന്. പക്ഷേ അതോടെ ഒരു പ്രശ്നം പറ്റി. സാറിൻ്റെ മൂത്ത മകളുടെ ശമ്പളം കിട്ടാതായി വിവാഹത്തിന് ശേഷം. അതോടെ രണ്ടാമത്തെ മകൾ പ്ലസ് 2 പാസ്സായി. ആ കുട്ടിയും മറ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുവാനായിട്ട് തുടങ്ങി. അതോ ആ സമയമായപ്പോൾ സാറിന് പ്രയാസമായി എപ്രകാരം ഈ സാമ്പത്തിക നിലയെ പരിഹരിക്കുമെന്നത്. അവർ അതിനൊരു മാർഗവും കണ്ടു. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ ഓരോ വീടുകളിൽ ചെന്ന് ട്യൂഷൻ എടുക്കുക. ഏതാണ്ട് 2-3 വീടുകളിലൊക്കെ ഓരോ മണിക്കൂറൊക്കെ ട്യൂഷൻ എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ വളരെയധികം വൈകുമെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവർ തങ്ങളുടെ മക്കളുടെ പഠനത്തിനായി വിനിയോഗിച്ചു. രണ്ടാമത്തെ മകൾ പോസ്റ്റ് ഗ്രാജുവേഷൻ പാസ്സായി, ജോലി കിട്ടി. ആ മകളുടെ വിവാഹം വന്നു. ആ വിവാഹാലോചനകളൊക്കെ വന്നപ്പോൾ വീണ്ടും സാറിന് പ്രയാസമുണ്ടാകുകയാണ്. അവിടെയും മകളുടെ മറ്റ് കഴിവുകളോ പഠനത്തിലുള്ള കഴിവുകളോ ഡിഗ്രിയോ ജോലിയോ ഒക്കെ അല്ല പ്രശ്നങ്ങൾ. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വാസ്തവത്തിൽ ഓരോരുത്തർ ചോദിക്കുന്നത്, ചെറുക്കന്മാരൊക്കെ വന്ന് അവരുടെ പിതാക്കന്മാരൊക്കെ വന്ന് ചോദിക്കുന്ന ആ സ്ത്രീധനത്തിൻ്റെ തുക കേട്ടപ്പോൾ സാറ് ഞെട്ടിപ്പോയി. താൻ ഇതുവരെ മുടക്കിയ ആ മകൾക്ക് വേണ്ടി മുടക്കിയ ആ പ്രയാസങ്ങളോ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളോ അതിന് വികാരം മറ്റ് എല്ലാവരേക്കാൾ മിടുക്കിയായി തൻ്റെ മകൾ പഠിച്ച് ജോലി കിട്ടി എന്നുള്ളതൊന്നും ഈ വിവാഹാലോചനകളിൽ പ്രശ്നമാകുന്നില്ല. അവിടെ പ്രശ്നമാകുന്നത് അവിടുത്തെ ഏറ്റവും വലിയ മാനദണ്ഡം സാമ്പത്തികമായി എത്രമാത്രം സാറിന് മകൾക്ക് വേണ്ടി കൊടുക്കുവാൻ പറ്റും എന്നുള്ളതാണെന്നോർത്തപ്പോൾ സാർ വളരെ വീണ്ടും പ്രയാസപ്പെട്ടു. അടുത്ത 2 സെൻറ്റ് സാർ വിറ്റു. ബാക്കിയുള്ള 2 സെൻറ്റിൽ കഷ്ടി ഒരു വീട് അങ്ങനെ ചുരുങ്ങി നിൽക്കുകയാണെന്ന് ഓർക്കണം. അങ്ങനെ രണ്ടാമത്തെ മകളെയും വിവാഹം ചെയ്തു കൊടുത്തു. അതോടെ ആ മകളുടെ വരുമാനവും കുറഞ്ഞു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് സാറ് ഓരോ സ്ഥലത്തു നിന്നും കടമെടുത്ത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മറ്റ് 2 പെൺകുട്ടികളെ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ മകൾ പ്ലസ് 2വിൽ നല്ല മാർക്കോടെ പാസ്സായി ഗ്രാജുവേഷൻ ചെയ്തു. അതിനുശേഷം അവൾക്ക് MBAക്ക് അഡ്മിഷൻ കിട്ടി. എല്ലാവരും പഠനത്തിൽ മിടുക്കരല്ലേ, MBAക്ക് അഡ്മിഷൻ കിട്ടി. സാർ ആ ഒരു വളരെ സാമ്പത്തികമായി താങ്ങാവുന്ന ഒരു സാഹചര്യമല്ലെങ്കിലും വളരെ കഷ്ടപ്പെട്ട് പണമൊക്കെ ഓരോരുത്തരിൽ നിന്ന് കടം വാങ്ങിച്ച സാറ് ആ കുട്ടിയെ MBAക്ക് പഠിപ്പിക്കുകയാണ്. ആ കുട്ടിയുടെ വിവാഹ സമയമാകുന്നു. ഇളയ കുട്ടി പഠിക്കുന്നതിൽ ഏറ്റവും മിടുക്കിയായി ആ കുട്ടിക്ക് MBBSന് അഡ്മിഷൻ കിട്ടുന്നു.
അങ്ങനെ എല്ലാ തരത്തിലും പഠനത്തിൻ്റെ കാര്യത്തിൽ മിടുക്കരായ പെൺകുട്ടികൾ. മൂന്നാമത്തെ പെൺകുട്ടിയുടെ വിവാഹ സമയത്ത് സാർ വാസ്തവം പറഞ്ഞാൽ തലകറങ്ങി പോവുകയാണ് ഉണ്ടാകുന്നത്. ആ സമയത്ത് വന്നപ്പോൾ സ്ത്രീധനത്തിൻ്റെയൊക്കെ അളവുകളൊക്കെ വളരെയധികം കൂടിപ്പോയി. പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് വന്ന ചെറുക്കൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ സംഖ്യ കേട്ടപ്പോൾ സാറിൻ്റെ കാൽക്കീഴിൽ നിന്ന് ഭൂമി മാറിപ്പോകുന്നത് പോലെ തോന്നി. അത്രമാത്രം പ്രയാസം സാറിനുണ്ടായി. സാർ ഉടനെ അതിനുശേഷം അവർ പോയ ശേഷം മുറിയിൽ വന്ന് ഈ ഒരു വാർത്ത കേട്ട് എങ്ങനെ ഇപ്രകാരം തൻ്റെ മകളെ പറഞ്ഞയക്കും എന്ന ആ പ്രയാസം മനസ്സിൽ ഉണ്ടായപ്പോൾ തലകറങ്ങി സാർ വീണു. ഉടനെ അടുത്തുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ബഹളം വെച്ച് അയലോക്കംകാരെയൊക്കെ കൂട്ടി സാറിനെയും കൊണ്ട് ലൂർദ് ആശുപത്രിയിൽ വരികയാണ്. ഞാൻ ഈ വിവരം അറിഞ്ഞ് ഒരു നെഞ്ചുവേദനയുമായി ഒരു രോഗി വന്നിട്ടുണ്ടെന്നറിഞ്ഞ്, അത് ഒരു അധ്യാപകനാണ്, മധ്യവയസ്കനായ അധ്യാപകൻ. ഞാൻ ഓടി ആശുപത്രിയിൽ ചെന്നു. ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ വളരെ നിരാശനായി, ദുഃഖിതനായി, നിശബ്ദനായി, ആരോടൊന്നും മിണ്ടാതെ തളർന്നു കിടക്കുന്ന ആ വ്യക്തിയെ കണ്ടു. എനിക്ക് വളരെ സങ്കടം തോന്നി. വാസ്തവത്തിൽ ഞാൻ വിവരമൊക്കെ ചോദിച്ചറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ടീച്ചർ എല്ലാം എന്നോട് പറഞ്ഞു. ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ സഹിക്കുവാൻ വയ്യാതെ വാസ്തവത്തിൽ ആ മനുഷ്യൻ തളർന്നു വീണു. ഞാൻ വാസ്തവത്തിൽ ഈ കഥകളൊക്കെ കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. ഓരോ തരത്തിൽ ആദർശധീരനായ ഒരു അധ്യാപകൻ, സ്കൂളിലെ തൻ്റെ ജോലിയിൽ ഏറ്റവും അങ്ങേയറ്റം ആദർശധീരനായ ഒരു ഹെഡ് മാസ്റ്റർ, കുടുംബത്തിലെ കാര്യത്തിൽ ആ റോളിൽ നിന്നും ഒരു കുടുംബനാഥൻ്റെ റോളിലേക്ക് വന്നപ്പോൾ, തൻ്റെ മക്കളെ കെട്ടിച്ചയക്കേണ്ട ആ സമയം വന്നപ്പോൾ, സമൂഹത്തിലെ ഇത്തരത്തിലുള്ള ഈ മൂല്യച്യുതിയുടെ മുമ്പിൽ അദ്ദേഹം വിറങ്ങലിച്ച് തളർന്ന് വീഴുന്ന ഒരു സംഭവമാണ് നാം കാണുന്നത്. വാസ്തവത്തിൽ അദ്ദേഹത്തോട് എനിക്ക് അങ്ങേയറ്റം സഹതാപം തോന്നി. ഞാൻ ഓരോ തരത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് മരുന്നുകളൊക്കെ ശരിയാക്കി കൊടുത്ത് അദ്ദേഹത്തിൻ്റെ രോഗമൊക്കെ ഏതാണ്ട് കുറയുകയാണ് ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ എല്ലാവരും മനസ്സിരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അത്രമാത്രം പ്രയാസകരമായി എത്രയൊക്കെ കഴിവുള്ള മക്കളെ, പെൺമക്കളെ കഴിവോടുകൂടി പഠിപ്പിച്ച്, കാണാൻ മിടുക്കി, മറ്റെല്ലാ കാര്യത്തിലും സ്മാർട്ട്, പഠിത്തത്തിൽ മിടുക്കർ, പഠിപ്പിച്ച് ജോലി കിട്ടി, ജോലിയായി. പക്ഷേ ഈ ഒരു സാഹചര്യം വരുമ്പോൾ വാസ്തവത്തിൽ നാം ഇന്ന് കേരളത്തിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു ശാപമാണെന്ന് ഓർക്കണം. ആ ഒരു സാഹചര്യം വരുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട്, അന്ന് വരെ ആ മകൾക്ക് വേണ്ടി ആ പിതാവ് നൽകിയ എല്ലാ കാര്യങ്ങളും, ആ മകൾക്ക് കൊടുത്ത എല്ലാ കാര്യങ്ങളും, പഠനം, ബുദ്ധിവൈഭവം, ജോലി, ഇതിനെയൊക്കെ തിരസ്കരിച്ചുകൊണ്ട് വിവാഹ കമ്പോളത്തിലെ ഏക മാനദണ്ഡമായി ആ പെൺകുട്ടിയുടെ പിതാവ് കൊടുക്കുന്ന ധനശേഷിക്ക് മനുഷ്യർ പ്രാധാന്യം കൊടുക്കുമ്പോൾ വാസ്തവത്തിൽ ഞാൻ ആലോചിച്ച് പോവുകയാണ്, നമ്മളൊക്കെ എത്രയൊക്കെ സാംസ്കാരികമായി ഉയർന്ന ഒരു സംസ്ഥാനമെന്ന് പറയാമെങ്കിലും ഈ വക കാര്യത്തിൽ നാം എന്തിനാണ് വാസ്തവത്തിൽ എത്രമാത്രം കഷ്ടകരമായ മനോവ്യഥകളാണ് വാസ്തവത്തിൽ പെൺകുട്ടികളുടെ പിതാക്കന്മാർ നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ഞങ്ങൾ ഉദ്യോഗ വിദഗ്ധർ ഞങ്ങളുടെ സമ്മേളനങ്ങൾ കൂടുമ്പോഴും ഒക്കെ ചർച്ച ചെയ്യാറുള്ള കാര്യമാണ്. വാസ്തവത്തിൽ ഒരു റിലേറ്റീവ് റിസ്ക് ഫാക്ടറായിട്ട് പെൺകുട്ടിയുടെ പിതാവ് വിവാഹ സമയത്ത് അനുഭവിക്കുന്ന സ്ട്രെസ്സിനെ പരിഗണിക്കണമെന്ന്. അത് ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്ന ഏറ്റവും സുപ്രധാന ഒരു ഉദ്ദീപന ഘടകമായി പരിഗണിക്കണമെന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. അത്രമാത്രം കഷ്ടകരമായി നമ്മുടെ സാമൂഹിക വ്യവസ്ഥകൾ മാറിമറിയുന്നതായിട്ട് നാം കാണാം. നമ്മൾ എത്രയൊക്കെ നിയമങ്ങൾ സ്ത്രീധനത്തിനെതിരായിട്ട് സമൂഹത്തിലുണ്ടായാലും ഈ ഒരു പ്രവണത നശിക്കാതെ ഇങ്ങനെ തലപൊത്തി ഉയർത്തു നിൽക്കുന്ന ഒരു കാര്യം നാം കാണുകയാണ്. എതിരായിട്ട് മനുഷ്യ മനസ്സാക്ഷി ഉയർന്നു പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന അതിഭീകരമായ ക്യാൻസർ രോഗമാണ് സ്ത്രീധന പ്രശ്നം. വിവാഹ നേരത്ത് പണം കണക്ക് പറഞ്ഞു വാങ്ങിക്കുന്ന മനുഷ്യർ
സ്ത്രീധനം പറഞ്ഞ പ്രകാരം കൊടുക്കാത്തതിൻ്റെ പേരിൽ കുടുംബ കലഹങ്ങൾ നടക്കുകയാണ്. പെൺവീട്ടുകാരെ അവഹേളിക്കുന്നു, പെൺകുട്ടിയെ പീഡനങ്ങൾക്ക് ഇരയാക്കുന്നു, തുടർന്ന് ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം. എല്ലാം സ്ത്രീധനത്തിൻ്റെ പേരിൽ. 1 തിമോത്തിയോസ് 6:10 നാം വായിക്കുന്നു, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹങ്ങളിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. പണത്തെ പൂജിക്കുന്നവന് അതെത്ര കിട്ടിയാലും മതിവരില്ല. അത് വീണ്ടും കുതന്ത്രങ്ങളിലൂടെ സമ്പാദിക്കുവാനുള്ള മാർഗങ്ങൾ തേടി അവൻ പരിഭ്രാന്തനാകും. സഭാപ്രസംഗകൻ 5:10 നാം വായിക്കുന്നു, ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരില്ല, ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല. തൻ്റെ ജീവിത സമ്പാദ്യവും ചോരയും നീരും കൊടുത്ത് പഠിപ്പിച്ച് മിടുക്കരാക്കിയ മക്കൾക്ക് വിവാഹ സമയത്ത് വില പറയുന്നത് കേട്ട ദേവസ്യ സാർ ഹൃദയത്തിൽ മുറിവേറ്റ് തളർന്നു വീഴുന്നു. ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിൽ ഇന്ന് സാധാരണ കാണുകയാണ്. മക്കൾക്ക് വില പറയുന്ന മാതാപിതാക്കൾ യഥാർത്ഥ സമ്പത്ത് എന്താണെന്ന് അറിയുന്നില്ല. ദ്രവ്യ മോഹത്താൽ അവരുടെ മനസ്സും അന്ധമായി പോവുകയാണ്. യേശയ്യാ 33:6 നാം വായിക്കുന്നു, അവിടുന്നാണ് നിൻ്റെ ആയുസ്സിൻ്റെ ഉറപ്പ്, രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ. അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ്. നമ്മുടെ സമൂഹത്തിലെ ഈ തിന്മ ഉന്മൂലനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഇത്തരക്കാരെ തിരസ്കരിക്കാൻ ഏവരും മുൻകൈ എടുത്താൽ വരും തലമുറയ്ക്കെങ്കിലും ഇതിൽ നിന്ന് മോചനം ലഭിക്കും. സ്ത്രീധനത്തിനായി പരാക്രമം കാട്ടുന്നവർ അറിയാതെ പോകുന്ന ഒന്നുണ്ട്. അത് ലൂക്ക 12:20 നാം വായിക്കുന്നു, ഭോഷ ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും, അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും?